LDF നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥകൾ പൊതുജനം ഏറ്റെടുത്തു കഴിഞ്ഞതായി ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി MP പറഞ്ഞു. പെരുമ്പാവൂരിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വന്ദേ മാതര വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും കഴിഞ്ഞ പൊതുപണിമുടക്ക് ദിവസം UDF സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിയാണ് ജോസ് കെ മാണി MP വാർത്താ സമ്മേളനം ആരംഭിച്ചത്. രാജ്യത്തെ മതേതരത്വം തകർക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത് മതേതരത്വം തകർത്ത് വർഗീയത വളർത്തുവാൻ ദേശീയ അടയാളങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ അടയാളങ്ങളെ ഉപയോഗിക്കുകയാണ് മതേതരത്വം തകർക്കുവാനും വർഗീയത വളർത്തുവാനും. മതപരമായ എതിർപ്പുകൾ കണക്കിലെടുത്ത് പതിറ്റാണ്ടുകളായി ഒഴിവാക്കി നിർത്തിയിരുന്ന ഭാഗം കൂടി പാടണമെന്ന്, അത് നമ്മളെ വന്ദേ മാതരം ആ ദേശീയ ഗീതത്തിൽ പാടണമെന്ന വ്യവസ്ഥ ഈ നമ്മുടെ മതേതരത്വം തകർക്കുവാനും വർഗീയതയെ ഇളക്കി വിടുവാനും ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഈ അന്നത്തെ ആ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞത് പോലും രവീന്ദ്രനാഥ് ടാഗോറായിരുന്നു. അതിനോട് യോജിച്ചത് ആരാണ്? അതിനോട് യോജിച്ചത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും BR അംബേദ്കറും എല്ലാവരും ഇവരെല്ലാം യോജിച്ചു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹമോ വേണ്ടിയോ അല്ലെങ്കിൽ വന്ദേ മാതരത്തിനോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു ധ്രുവീകരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗീയത, അത് നമ്മുടെ ചില സമുദായങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഒരു വിഭജനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു മതില് കെട്ടി അതിന്റെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് കേന്ദ്രം നടത്തുന്ന ഓരോ തന്ത്രങ്ങളാണ്. ദേശീയ പണിമുടക്ക് ദിവസം UDF പൊതുയോഗയാത്ര നടത്തിയതിനെതിരെയും ജോസ് കെ മാണി വിമർശനം ഉന്നയിച്ചു. ഇടതുപക്ഷം നമ്മളൊരു യാത്ര ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ UDF നടത്തുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പൊതുവായിട്ട് നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ 12-ാം തീയതി, ഫെബ്രുവരി 12-ാം തീയതി ദേശീയ പണിമുടക്ക് നമ്മൾ പ്രഖ്യാപിച്ചു. ആ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചിന്ന് തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം എന്തിനാണ്? ഇപ്പോഴത്തെ ട്രേഡ് കോഡും അതോടൊപ്പം തന്നെ അൺഫെയർ ആയിട്ടുള്ള, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഞാൻ സൂചിപ്പിച്ചത് US-ന്റെ ആ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടന്നു. അതെ, തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. ഇത് ആ 3-4 കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന നിയമ ഭേദഗതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് എതിരെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഡൽഹിയില് അവിടെ പാർലമെന്റിന്റെ മുമ്പിൽ കവാടകത്ത് അവിടെ സമരം നടത്തി മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അവിടെ മേനകാ ഗാന്ധി വന്നിരുന്നു. അവിടെ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് DMK വന്നു, SP വന്നു, TMC വന്നു, CPM വന്നു, CPI വന്നു, പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തു. അത് പങ്കെടുത്തു എന്ന് മാത്രമല്ല, രാജ്യസഭയില് ഇതുമായി ബന്ധപ്പെട്ട ഒരു 0 ഓവർ ആക്ച്വലി ഇടതുപക്ഷത്തിന് കിട്ടി. അവിടെ CPM-ന്റെ ഒരു MP അവിടെ ഏറ്റുനിന്ന് ഇത് അവതരിപ്പിച്ചതിന് ശേഷം ഇത് വളരെ തെറ്റായി പോയി എന്ന് സ്ഥാപിച്ചപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഏറ്റുനിന്ന് അതിനെ അനുകൂലിച്ചു, അസോസിയേറ്റ്. പക്ഷെ ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ നടന്നത് ഇതിനോട് യോജിക്കാൻ UDF-ന് കഴിഞ്ഞില്ല.
എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. അതൊരു ഇരട്ടത്താപ്പായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും രാജ്യത്തിലെ ഇവിടത്തെയുള്ള തൊഴിലാളികളെ, ഇവിടത്തെയുള്ള നമ്മുടെ തൊഴിലുറപ്പിനെ, ഇവിടെയുള്ള വ്യാപാര മേഖലയെ എല്ലാം ബാധിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു വിഷയത്തിലാണ് തീരുമാനമെടുത്തത്. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് തന്നെയാണോ LDF സീറ്റ് എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങളെല്ലാം 16-ാം തീയതിക്ക് ശേഷം എന്നായിരുന്നു മറുപടി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും ഇപ്പോൾ MLA-മാരായിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും എല്ലാം പൊതുവെയൊക്കെ അങ്ങനെ തന്നെ പോകും. പക്ഷെ തീരുമാനം LDF കൂടി തീരുമാനമെടുക്കും. അല്ല, അതിന് ചർച്ചയേ ആയിട്ടില്ല. അപ്പോൾ ഈ യാത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന് ചർച്ചയിലേക്ക് പോകുള്ളൂ. പക്ഷെ പൊതുവെ നമ്മളൊരു ധാരണയിലാണ്. ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് ആണ്, ചിലർക്ക് പോക്കുകൾ ചിലപ്പോൾ ഉണ്ടാകാം. അതിനെ പറ്റി ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. വാർത്താ സമ്മേളനത്തിന് മുമ്പായി പൊതുസമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേക യോഗവും ചേർന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.